ബാങ്ക് കേൾക്കുമ്പോ ശ്രദ്ധിക്കാതെ സംസാരം തുടർന്നാൽ, ഭൗതികമായ സംസാരത്തിൽ ഏർപ്പെട്ടാൽ, മൻ തകല്ലമ ബികലാമിദ് ദുനിയാ ഇന്ദ സമാഇൽ അദാൻ, ബാങ്ക് കേൾക്കുമ്പോ ദുന്യവിയായ സംസാരത്തിൽ ഏർപ്പെട്ടു പോയാൽ, ഭൂമിയിലെ കാര്യങ്ങൾ ജീവിതത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു പോയാൽ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇബ്തലാഹുല്ലാഹു ബിസലാസി ബലിയാത്, 3 പരീക്ഷണങ്ങളെ കൊണ്ട് അല്ലാഹു അവനെ പരീക്ഷിക്കുന്നതാണ്. ഒന്നാമത്തെ പരീക്ഷണം, അവന് അവസാന സമയത്ത് കലിമ ചൊല്ലാൻ കഴിയൂല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ, സംസാരം നിർത്താതിരുന്നാൽ, അത് ശ്രദ്ധിക്കാതിരുന്നാൽ 3 പരീക്ഷണം അല്ലാഹു അവസാന ഘട്ടത്തിൽ തരും. ഒന്ന്, ലാസ്റ്റ് കലിമ ചൊല്ലാൻ കഴിയൂല. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നാ, ഒരാൾ അവസാനം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി തീർന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്, അവസാനം കലിമ ചൊല്ലാതെ പോകുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ്, തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കണം. ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കല്ലേ. എന്തു തിരക്കുള്ളതാണെങ്കിലും ശരി, ആ ബാങ്ക് കഴിയുന്നത് വരെ നാം ഒന്ന് വെയിറ്റ് ചെയ്യണം, നാം ഒന്ന് ക്ഷമയോടുകൂടെ അത് ശ്രദ്ധിച്ചു കേൾക്കണം. അള്ളാന്റെ തിരുദൂതർ പറയുകയാണ്, അവസാന സമയത്ത് കലിമ ചൊല്ലാൻ കഴിയൂല. മക്കൾ അടുത്തു വന്നിരുന്നിട്ട് ചൊല്ലിത്തരും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവര് പറയും, ഉപ്പാ ചൊല്ലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉമ്മാ ചൊല്ലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ ഉമ്മയത് കേൾക്കാത്തതുപോലെ, അല്ലെങ്കിൽ അതിനോട് അനിഷ്ടമുള്ളതുപോലെ മറുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുമെന്നാണ്. ഒരിക്കലും അവന്റെ നാവിൽ കലിമ വഴങ്ങൂല, അവന്റെ ഹൃദയം കലിമ ചൊല്ലാൻ അനുവദിക്കൂല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമ്മമാരോട്, സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോട് എന്തു തന്നെ ധൃതി പിടിച്ച സംസാരമാണെങ്കിലും, എന്ത് വിലപിടിപ്പുള്ള സംസാരമാണെങ്കിലും ബാങ്ക് കൊടുക്കുമ്പോ അതങ്ങ് നിർത്തിവെക്കണേ.